By the right! You march! അതിധീരം ഈ കടുത്ത ശബ്ദം ആകാശങ്ങളിൽ ഉയരട്ടെ. അവിഹിത ഭരണസിരാ കേന്ദ്രങ്ങൾ അതിന്റെ ധ്വനിയിൽ പകരട്ടെ. അതിധീരം ഈ കടുത്ത ശബ്ദം ആകാശങ്ങളിൽ ഉയരട്ടെ. അവിഹിത ഭരണസിരാ കേന്ദ്രങ്ങൾ അതിന്റെ ധ്വനിയിൽ പകരട്ടെ. അനീതി കെട്ടിയുയർത്തിയ മതിലുകൾ അടുത്ത ചുവടിൽ അടിയട്ടെ. അനീതി കെട്ടിയുയർത്തിയ മതിലുകൾ അടുത്ത ചുവടിൽ അടിയട്ടെ. അനന്തമായ വെളിച്ചത്താലിനി അഖണ്ഡ ഭാരതം പുലരട്ടെ. അനന്തമായ വെളിച്ചത്താലിനി അഖണ്ഡ ഭാരതം പുലരട്ടെ. അനീതി കെട്ടിയുയർത്തിയ മതിലുകൾ അടുത്ത ചുവടിൽ അടിയട്ടെ. അനന്തമായ വെളിച്ചത്താലിനി അഖണ്ഡ ഭാരതം പുലരട്ടെ. One, two, three, four.
നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണമായ സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും രാജ്യത്തെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാവലാളായിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യമൂല്യങ്ങളെ തച്ചു തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തിരിച്ചറിയുകയും ജനകീയ പ്രതിരോധങ്ങളിലൂടെ അവരുടെ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അനന്തപുരിയിൽ, തിരുവനന്തപുരം ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ പ്രവർത്തകർ യൂണിഫോം അണിഞ്ഞുകൊണ്ട് അവർക്ക് മാർച്ച് നടത്താൻ അനുവദിക്കുകയില്ല എന്ന് തിട്ടൂരമിറക്കി ചില ഫാസിസ്റ്റുകൾക്ക് കുഴലൂതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രബന്ധർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ ദിനാചരണത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോ അൽഹംദുലില്ലാഹ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ ചുണറ്റുകുട്ടികൾ അങ്ങ് അനന്തപുരിയിൽ യൂണിഫോം അണിഞ്ഞുകൊണ്ട് മാർച്ച് നടത്തി പൊതുസമ്മേളനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏതെങ്കിലും ഫാസിസ്റ്റ് കുഴലൂത്തുകാരുടെ തിറ്റൂരങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതല്ല ഈ ജനകീയ മുന്നേറ്റം. 2007 ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ തുടക്കം കുറിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മഹത്തായ പ്രസ്ഥാനം ഒരു ദശാബ്ദം പിന്നിട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ധീരോദാത്തമായ പോരാട്ടങ്ങളിൽ നമ്മുടെ പൂർവികന്മാർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ത്യാഗോജ്വലമായ പങ്കുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഉന്നത കുലജാതരെന്നറിയപ്പെടുന്നവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ആരുടെയും മുമ്പിൽ പിച്ചാപാത്രങ്ങളുമായിട്ട് കൈനീട്ടി വരികയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉദയം ചെയ്ത ആദ്യത്തെ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അവകാശങ്ങളും സ്വാതന്ത്ര്യവും നീതിയുമൊന്നും ആരുടെയും ഔദാര്യമല്ല. അത് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യ പോരാട്ടം. ആ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം RSS കാര്യാലയങ്ങളിൽ നിരങ്ങിയിറങ്ങുകയും അധികാരികളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയും അക്രമങ്ങൾ കാണുമ്പോൾ പേടിച്ചോടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമുദായത്തെ ആശയും പ്രതീക്ഷയും അഭിമാനബോധവും നൽകിക്കൊണ്ട് കൈപിടിച്ചുയർത്തിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചങ്കൂറ്റമുള്ള മുസ്ലിം പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മറ്റേതു സമുദായത്തെക്കാളും ധീരമായ പങ്കാളിത്തമുണ്ടായിട്ടും അവഗണനയുടെ, അനീതിയുടെ, അന്യായത്തിന്റെ, അക്രമങ്ങളുടെ അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിന് ദിശ നിർണയിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത വിവിധ പ്രസ്ഥാനങ്ങൾ, വിവിധ മുസ്ലിം സംഘടനകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തങ്ങൾക്കൊഴിവ് കഴിവുകൾ എന്തുണ്ട് എന്നന്വേഷിച്ചുകൊണ്ട് സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഓടിയൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫാഷിസവും ഭരണകൂടവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന് അവരുടെ ബലിക്കല്ലുകളിലേക്ക് ബലി നൽകുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട്
ഈ സമുദായത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും പീഡനം അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കുവാൻ അതന്തസ്സോടെ അഭിമാനത്തോടെ ആർജവത്തോടെ തങ്ങൾ മുന്നിലുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമാണ് നമ്മുടെ രാജ്യം. മനുഷ്യ വിഭവത്താലും സമൃദ്ധമാണ് നമ്മുടെ രാജ്യം. ലോകത്തിലെ ഏതൊരു രാജ്യത്തോടും കിടപിടിക്കാവുന്ന തലത്തിൽ ഐശ്വര്യവും സമ്പന്നതയും വളർത്തിയെടുക്കുവാനുള്ള മുഴുവൻ സാധ്യതയുമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും മറ്റ് ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ലോകോത്തരമായ ഒരു വൻ ശക്തിയായിട്ട് വളർത്തിയെടുക്കുവാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ഒരുമിച്ച് പോരാടിയവരാണ് നമ്മൾ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും സഹോദര്യത്തോടെ വർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന മഹാജനവിഭാഗങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ശത്രുതയും വൈരവും വിദ്വേഷവും വളർത്തി ഒരു വിഭാഗത്തെ അതീശവർഗമായും മറ്റൊരു വിഭാഗത്തെ അടിയാളവർഗമായിട്ടും തരംതിരിക്കുകയും അങ്ങനെ വളർത്തിയെടുക്കുകയും അങ്ങനെ അടിയാളവർഗത്തിന് എക്കാലവും ആശ്രിതത്വത്തിന്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ ആശ്രിതരാണ്, നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾ ദുർബലരാണ്, നിങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, നിങ്ങൾക്കിവിടെ ഒന്നും നേടാൻ സാധിക്കുകയില്ല, നമ്മളിവിടെ എല്ലാ അതിക്രമങ്ങൾക്കും അടിയറവ് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിക്കൂടുന്നതാണ് നമുക്ക് നല്ലത്, അല്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്ന സന്ദേശം നൽകി നമ്മെ, ഈ സമൂഹത്തെ, ഇന്ത്യയിലെ ദുർബല ജനവിഭാഗങ്ങളെ ഒതുക്കി മാറ്റി നിർത്തുകയും ഇന്ത്യയുടെ മഹത്തായ വിഭവങ്ങൾ സകലതും കൊള്ള ചെയ്യുകയും ഏകീകരിച്ചെടുക്കുകയും കേന്ദ്രീകരിച്ചെടുക്കുകയും അങ്ങനെ പങ്കിട്ടെടുക്കുകയും ചെയ്ത ഒരു ശതമാനത്തോളം മാത്രം വരുന്ന ഒരു ജനവിഭാഗത്തോടാണ് യഥാർത്ഥത്തിൽ നമുക്ക് പോരാടേണ്ടതുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫാഷിസം ഇവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുവാൻ, കാര്യങ്ങളെ അവർക്ക് വേണ്ടി അനുകൂലമാക്കി എടുക്കുവാനുള്ള ഗുണ്ടാപ്പട മാത്രമാണ്. RSS എന്ന് പറയുന്നത് ധീരന്മാരുടെ ഒരു പടയണിയല്ല, മറിച്ച് മഹാഭീരുക്കളുടെ, ആണുങ്ങളെ കണ്ടാൽ ഓടിയൊളിക്കുന്ന ഒരാൾക്കൂട്ടം മാത്രമാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആളില്ലാ പോസ്റ്റിലേക്ക് മാത്രം ഗോളടിച്ച് ശീലമുള്ള ഒരാൾക്കൂട്ടം, എവിടെ ഗോളിയുണ്ടോ അവിടെ അവർ പിന്തിരിഞ്ഞോടും. ഈ RSSനെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ആദ്യത്തെ പ്രസ്ഥാനവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. CPM ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ RSS വിളയാടാത്തത്. മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ സമാധാനമുണ്ടായത്. ഇത്രയും പൈങ്കിളി വാദങ്ങൾ കേരള ജനത ഒരുപക്ഷെ വേറെ കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. അത്ര അശ്ലീലമായ ആഭാസകരമായ ആർഗ്യുമെന്റാണത്. കാരണം അവരിവിടെ ഉണ്ടായിരുന്നു, നേരത്തെയും 92 മുന്നേയും അവരിവിടെ ഉണ്ടായിരുന്നു. അന്ന് സംഘപരിവാരം പള്ളികളിൽ കയറിപ്പോലും ഉസ്താദുമാരെയും മുസ്ലിയാക്കന്മാരെയും കഴുത്തെറിന്ന് കൊല്ലുവാനുള്ള ധൈര്യം കാണിച്ചു. അന്ന് ചെറുപ്പക്കാർ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെ അരിഞ്ഞു വീഴ്ത്തുവാനുള്ള തന്റെ ഇടം അവർക്കുണ്ടായി. അന്ന് നമ്മുടെ പല പ്രദേശങ്ങളിലും അവർ വൻതോതിൽ കലാപങ്ങൾ അഴിച്ചുവിടുകയും കൊള്ള ചെയ്യുകയും ചെയ്തു. അവർ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തെരുവുകളിലൂടെ തെറിയഭിഷേകങ്ങളുടെ മുദ്രാവാക്യങ്ങളും വിളിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി. അവരുടെ ട്രൗസറും മുളവടിയും കണ്ടപ്പോൾ പേടിച്ച് വിറക്കുന്നവരായിരുന്നു ഈ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ. അന്നും CPM ഇവിടെ ഉണ്ടായിരുന്നു, അന്നും മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദിന്റെ തകർച്ച സംഭവിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുവാൻ പോലും നമ്മുടെ രാജ്യത്ത് സംഘപരിവാരത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒരു കൊടി ഉയർത്തിപ്പിടിക്കുവാൻ പോലും മുസ്ലിങ്ങൾക്ക് സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു 92-ൽ. നിങ്ങൾ ആലോചിക്കണം. അന്ന് RSSന്റെ പേര് പറയുവാൻ, സംഘപരിവാരത്തിന്റെ പേര് പറയുവാൻ, സംഘികൾ എന്നവരെ വിളിക്കുവാൻ, സംഘി ഭീകരർ എന്നവരെ അഭിസംബോധന ചെയ്യുവാൻ, അവരാണ് രാജ്യത്തിന്റെ തീവ്രവാദികൾ എന്നവരെ ആക്ഷേപിക്കുവാൻ, അവർ ബലാത്സംഗം ചെയ്യുന്ന കാമഭ്രാന്തന്മാരാണെന്ന് പറയുവാൻ,
അവർ കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരാണെന്ന് പറയുവാൻ, അവർ രാജ്യദ്രോഹികളാണെന്ന് പറയുവാൻ, അവർ തെമ്മാടികളാണെന്ന് പറയുവാൻ, അവരുടെ കൈക്ക് പിടിക്കുവാൻ, അവരുടെ അക്രമങ്ങൾക്ക് തടയിടുവാൻ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ CPM-കാരനെയും കണ്ടിരുന്നില്ല, ഒരൊറ്റ മുസ്ലിം ലീഗുകാരനെയും കണ്ടിരുന്നില്ല. പക്ഷേ അത് സാധ്യമാണെന്ന് തെളിയിച്ച് പോപ്പുലർ ഫ്രണ്ട് വന്നപ്പോൾ ആ രംഗത്തേക്ക് മറ്റു പലരും ഇത് ആവേശത്തോടെ കടന്നു വരുന്നു. ഇതുതന്നെയാണ് ഞങ്ങൾ സൃഷ്ടിച്ച വിജയത്തിന്റെ ജൈത്രയാത്ര എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിവിടുത്തെ ധീരന്മാരായ ചെറുപ്പക്കാർ സൃഷ്ടിച്ചതാണ്. അതേതെങ്കിലും സംഘടനയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പൈങ്കിളി പറയുവാൻ, അശ്ലീലം പറയുവാൻ നാണമില്ലേ സഹോദരന്മാരെ നിങ്ങൾക്ക്? വളരെ ദയനീയമായിട്ട് നിങ്ങൾ ഉയർത്തുന്ന ഒരു വാദമുണ്ട്. ഞാൻ അതൊന്ന് പരിശോധിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ കലാപമുണ്ടായില്ല. കേരളത്തിൽ കലാപമുണ്ടാകാതിരുന്നത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊരു വാദം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കർണാടകയിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് കലാപമുണ്ടായില്ല. 92 ഡിസംബറിൽ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ആരുണ്ടായത് കൊണ്ടാണ്? തമിഴ്നാട്ടിൽ കലാപമുണ്ടായില്ല, ഡൽഹിയിൽ കലാപമുണ്ടായില്ല, ഇന്ത്യയിൽ ഒരിടത്തും മുസ്ലിം ഭാഗത്ത് നിന്ന് കലാപമുണ്ടായിട്ടില്ല, കേരളത്തിലും മുസ്ലിം പക്ഷത്ത് നിന്ന് കലാപമുണ്ടായിട്ടില്ല. കേരളത്തിൽ അഥവാ പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും പറഞ്ഞാൽ മാക്സിമം പോയാൽ ആരൊക്കെ കേൾക്കും? കേരളത്തിലെ ഇരുവിഭാഗം സുന്നികളിൽ ഒരു വിഭാഗവും മുജാഹിദ് വിഭാഗവും മാത്രമല്ലേ കേൾക്കൂ? ബാക്കിയുള്ളവര് ഈ മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കുവോ? അപ്പൊ ബാക്കിയുള്ളവർ ഈ കേരളത്തിൽ കലാപം ഉണ്ടാക്കേണ്ടതല്ലേ? അവർ ഇവിടെ കലാപം ഉണ്ടാക്കിയോ? ആരും ഇവിടെ ഒരു കലാപവും ഉണ്ടാക്കിയില്ല. ഇന്ത്യയിൽ ഒരിടത്തും മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയില്ല. മറിച്ച് കലാപം ഉണ്ടാക്കിയത് രാജ്യവ്യാപകമായിട്ട് സംഘപരിവാരമാണ്. പള്ളികൾ തകർക്കപ്പെട്ടു, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കുട്ടികൾ ചുട്ടുകൊല്ലപ്പെട്ടു. രാജ്യവ്യാപകമായിട്ട് നിരപരാധികളായ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. കേരളത്തിൽ അങ്ങനെ കലാപമുണ്ടായില്ല, അങ്ങനെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ആര് കാരണമാണ്? അത് മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, എന്തേ അതിനു മുന്നേ അതിനു ശേഷവും പലയിടത്തും കൊല്ലപ്പെട്ടല്ലോ. നമ്മുടെ ഈ കൊടിഞ്ഞിയിൽ യാസർ കൊല്ലപ്പെട്ടു, ഫൈസൽ കൊല്ലപ്പെട്ടു. ഇതെല്ലാം സംഘപരിവാരത്തെ കൊണ്ടാണല്ലോ ഈ കൊലപാതകങ്ങൾ ഉണ്ടായത്. അതെന്തുകൊണ്ട് നടക്കുന്നു? മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണെങ്കിൽ RSSകാർ മുസ്ലിം ലീഗുകാർ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ എന്തുകൊണ്ട് RSSകാർ ഇത് കേൾക്കുന്നില്ല? നിങ്ങൾ അവരെ സ്വീകരിച്ച് ആനയിക്കുന്നവരാണല്ലോ, നിങ്ങൾ അവരുടെ ആനയങ്ങളിൽ സൗഹൃദം പങ്കിടുന്നവരാണല്ലോ, നിങ്ങൾ അവരുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ പങ്കുവെക്കുന്നവരാണല്ലോ, പല വേദിയിലും നിങ്ങൾ അവരുമായിട്ട് സഖ്യത്തിലാണല്ലോ, പല പഞ്ചായത്തുകളിലും നിങ്ങൾ അവരുമായിട്ട് അധികാരം പങ്കിടുന്നുണ്ടല്ലോ, നിങ്ങൾ പല സദ്യകളിലും അവരുമായിട്ട് സദ്യകൾ ഉണ്ണുന്നുണ്ടല്ലോ, പങ്കുവെക്കുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തേ ഈ ഷഹീദ് യാസർ ഉണ്ടായി? എന്നിട്ടും എന്തേ ഈ ഷഹീദ് ഫൈസൽ ഉണ്ടായി? പ്രിയമുള്ളവരെ, നിങ്ങൾ മറുപടി പറയണം. ഈ പാവപ്പെട്ട സമുദായത്തിൽ അല്ലെങ്കിൽ ഈ സമുദായത്തിലേക്ക് കടന്നു വരുന്ന പാവപ്പെട്ടവരെ വെട്ടിക്കൊല്ലുവാനും അരിഞ്ഞു വീഴ്ത്തുവാനും അവസരം നൽകുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ അവരുടെ ആലയങ്ങളിൽ കയറിയിറങ്ങുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? പ്രിയമുള്ളവരെ, അത് സംഭവിക്കില്ല, അത് സംഭവിക്കില്ല. അവർക്ക് ഒരു മുസ്ലിമിന്റെ ദേഹത്ത് തൊടുവാനോ ഒരു RSSകാരന് ഇവിടുത്തെ ദലിതന്റെയോ ഇവിടുത്തെ മർദ്ദനം അനുഭവിക്കുന്നവന്റെ ഒരുത്തന്റെയും ഒരു ദേഹത്ത് പോലും തൊടുവാനുള്ള ധൈര്യമുണ്ടാകില്ല. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കൂ. അങ്ങനെ നിങ്ങൾ നിൽക്കാൻ തയ്യാറായാൽ ഏതു ഗ്രാമമാണോ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കുന്നത് ആ ഗ്രാമത്തിലെ ആകെ ജനസംഖ്യയുടെ 90% RSSകാരായിരിക്കട്ടെ. 10% മതി സഹോദരന്മാരെ. അവർ വിരലനക്കില്ല, ചെറുവിരലനക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്താണ് വിവേകം എന്ന് പറയുന്നത്? എന്താണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയണ്ടേ? ഒരു വിഭാഗത്തെ കൃത്യമായിട്ട് വിലയിരുത്തുവാനും പഠിക്കുവാനും സാധിക്കണം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം രാജ്യത്ത് വളർന്നു വന്നപ്പോൾ അതിന്റെ നേതാക്കന്മാർ ഇരുന്ന് പഠിച്ചു. ആരാണ് സംഘപരിവാരം?
എന്തിനാണ് സംഘപരിവാരത്തിലേക്ക് ഹൈന്ദവ ജനത പോകുന്നത്? രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കെ എന്തുകൊണ്ട് RSSലേക്ക് ആളുകൾ കടന്നു പോകുന്നു? എന്തുകൊണ്ട് RSSന്റെ അനുയായികളായിട്ട് ചിലരെങ്കിലും കടന്നു വരുന്നു? എന്തുകൊണ്ട് അവർ അക്രമങ്ങൾ അടിച്ചുവിടുന്നു? എന്താണ് അവരുടെ മനഃശാസ്ത്രം? എന്താണ് അവരുടെ ലക്ഷ്യം? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി പഠിച്ചു. നമ്മുടെ ഫാഷിസം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മഹാനായ MK മുനീർ, CH മുഹമ്മദ് കോയയുടെ മകൻ. അദ്ദേഹത്തോട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രീ MK മുനീർ, താങ്കൾ അതൊന്ന് എടുത്ത് വായിക്കണം. താങ്കളുടെ പേരിൽ ഏതോ ഒരാൾ ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ സമൂഹത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ പബ്ലിഷ് ചെയ്തത് താങ്കൾ കണ്ടിട്ടുണ്ടോ? താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ ഫാഷിസത്തെ കുറിച്ച് സാമാന്യമായ ബാലപാഠങ്ങൾ മനസ്സിലാക്കുവാൻ ആ പുസ്തകം ധാരാളം മതി. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗിന്റെ സഹോദരന്മാരെ, നിങ്ങൾ ആ പുസ്തകം എടുത്തൊന്ന് വായിക്കണം. MK മുനീർ എഴുതിയ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരോടൊപ്പം സദ്യയുണ്ണിയാൽ തീരുന്നതാണോ ഈ ഫാഷിസം? അവരുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അത് ശ്രീധരൻ പിള്ളയാകട്ടെ, ശ്രീധരൻ പിള്ള നല്ല മനുഷ്യനാണത്രേ. അതുപോലെ രാഹുൽ ഈശ്വർ നല്ല മനുഷ്യനാണത്രേ. പ്രിയമുള്ളവരെ, മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ ശ്രമിക്കരുത്. വിസർജ്യമായിട്ട് തന്നെ കാണണം. വിസർജ്യങ്ങളിൽ നിന്ന് വല്ലതും കഴുകിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ട എന്ത് ഗതികേടാണ് സഹോദരന്മാരെ നമുക്കുള്ളത്. RSS തന്നെയാണ്. RSSന്റെ ഏത് മുഖവും RSS ആണ്. നിങ്ങൾക്ക് സാധിക്കുമോ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് രാഹുൽ ഈശ്വറിനെ കൊണ്ട് ശ്രീ നരേന്ദ്രമോദി കൊലയാളിയാണ് എന്ന് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ശ്രീധരൻ പിള്ളയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ? ഗുജറാത്ത് കലാപം തെറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഞാൻ സംഘപരിവാരത്തിന്റെ വിഷയത്തിലേക്ക് അല്പം കൂടി ഊന്നുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ചില ചിന്തകൾ ഉണരുവാൻ വേണ്ടിയാണ്. ചില ചിന്തകൾ പോപ്പുലർ ഫണ്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പല സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഞങ്ങളുമായി വേദ് പങ്കിടില്ല, അത് ഞങ്ങൾ തൊട്ടുകൂടാത്തവരായതുകൊണ്ടല്ല. ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് തുളച്ച് കയറുമെന്നവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചെവി പൊത്തണം. അവർ പറയുന്നത് കേൾക്കരുത്. അവരെ കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വാദമുണ്ട്. പോപ്പുലർ ഫണ്ടുകാർ RSSനെ നേരിട്ടാൽ ഹിന്ദു ജനവിഭാഗം RSS ആയി മാറും. അങ്ങനെ RSS രാജ്യത്ത് വളരുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, RSS ആയി മാറുമെങ്കിൽ RSSനെ എതിർത്താൽ രാജ്യത്തെ ഹൈന്ദവ ജനത മുഴുവൻ RSS ആയി മാറുമെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? RSS രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ബലാത്സംഗങ്ങളെയും, പിഞ്ചു കുട്ടികളെ പോലും ചുട്ടുകൊല്ലുന്നതിനെയും, ഗർഭിണികളെ വയറ് പിളർത്തി തൃശൂലത്തിൽ കുത്തിയെടുക്കുന്നതിനെയും ഒക്കെ ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗം മുഴുവൻ അംഗീകരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവർ മുഴുവൻ അതിനെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ എതിർത്താൽ അവർ മുഴുവൻ അതിന്റെ ആളുകളായിട്ട് മാറും എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഹൈന്ദവ ജനവിഭാഗം ഉൾപ്പെടെ RSSനെ എതിർക്കാൻ എതിർക്കുന്നവരാണ്. അവർ മാറ്റി നിർത്തിയ സംഘപരിവാരത്തെ നിങ്ങൾ വേദിയിൽ കയറി ആദരിക്കുമ്പോൾ അവരും അവരുടെ പോരാട്ടങ്ങളും ദുർബലമായി പോകും. രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും RSSനെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് സഹോദരന്മാരെ നിങ്ങൾ RSSനെ അടുപ്പിച്ച് നിർത്തരുത്. അവരെ നിങ്ങൾ വേദിയിലേക്ക് കയറ്റരുത്. ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാരെ നിങ്ങൾ അവരെ ആനയിക്കരുത്, നിങ്ങൾ അവരെ സ്വീകരിക്കരുത്. RSS രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അവർ ഈ ജനവിഭാഗത്തിന്റെ ശത്രുക്കളാണ്. അവർ നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. 130ഓളം രാജ്യങ്ങളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന്, പല കോലങ്ങളിലായിട്ട് വേഷം കെട്ടി വിഭവങ്ങൾ ശേഖരിക്കുകയും നമ്മുടെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണവർ. 10-35ഓളം രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ രാജ്യങ്ങളിൽ ഒന്നും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ വിഭവ സമാഹരണവും പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണവർ. അവരെക്കുറിച്ച് ബാലപാഠം പോലും നടത്താതെ അവരെക്കുറിച്ച് വിലയിരുത്തലുകൾ നടത്തി ഞങ്ങൾ വലിയ RSSനെ നേരിടുന്നതിൽ ഞങ്ങളാണ് വലിയ സംവിധാനം എന്ന് വിശ്വസിച്ച് വിഡ്ഢികളായിരിക്കരുത് സഹോദരന്മാരെ. RSS നമ്മുടെ രാജ്യത്തെ
തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അവർ കൽബുർഗിയെ കൊന്നു, പൻസാരയെ കൊന്നു, ദബോൽക്കറെ കൊന്നു. എന്തിനു വേണ്ടി? അവർക്കെതിരെ എഴുതിയതിന്, അവർക്കെതിരെ രചനകൾ നടത്തിയതിനാണ് അവർ കൊന്നുകളഞ്ഞത്. അവർ അഖ്ലാഖിനെ കൊന്നു, മുഹമ്മദ് സാജിദിനെ കൊന്നു. എന്തിനു വേണ്ടി? അവർ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷിച്ചതിന്റെ പേരിൽ. അവർ സ്ത്രീകളെ മർദ്ദിച്ചു, തെരുവിലിട്ട് മർദ്ദിച്ചു. എന്തിന്റെ പേരിൽ? പർദ്ദയണിഞ്ഞതിന്റെ പേരിൽ. അതുപോലെ ബീഫ് കൈവച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അവർ സ്കൂളുകൾ ആക്രമിക്കുന്നു, സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തുന്നു. എന്തിന്റെ പേരിൽ? അവിടെ അവർക്കിഷ്ടമില്ലാത്ത മതം പഠിപ്പിക്കുന്നു എന്നതിന്റെ പേരിൽ. അവർ ആളുകളെ കൊന്നുകളയുന്നു, ഫൈസൽമാരെയും യാസർമാരെയും കൊല്ലുന്നു. എന്തിന്റെ പേരിൽ? അവർ മതം മാറുന്നു എന്നതിന്റെ പേരിൽ. പ്രിയമുള്ളവരെ, ആരാണ് ഈ RSSന് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം തീരെഴുതി കൊടുത്തിട്ടുള്ളത്? ആരാണ് RSS ആണ് ഇന്ത്യയുടെ ദേശസ്നേഹം നിർണയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്? ആരാണ് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ സംഘപരിവാരമാണ് നൽകേണ്ടത് എന്ന് സമ്മതിച്ചിട്ടുള്ളത്? രാജ്യത്തെ മഹാഭൂരിപക്ഷവും സമ്മതിച്ചിട്ടില്ല. രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും RSSനെ വെറുക്കുന്നു. സഹോദരന്മാരെ, അവരുടെ വേഷവിധാനങ്ങളെ വെറുക്കുന്നു, അവരെ കാണുന്നത് വെറുക്കുന്നു, അവരുടെ നീചകൃത്യങ്ങളെ വെറുക്കുന്നു. ഇപ്പോൾ ആമി എന്ന് പറയുന്ന ഒരു സിനിമ കമൽ എന്ന് പറയുന്ന മലയാള സംവിധായകൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി അഭിനയിക്കാൻ സന്നദ്ധത അറിയിച്ചതിന്റെ പേരിൽ അവർക്ക് നേരെ വൻതോതിൽ വൃത്തികെട്ട സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു RSSകാരൻ. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, പോപ്പുലർ ഫണ്ടുകാർ ആ ആമിയോടൊപ്പം ഉണ്ടാകും. അവർ ഇസ്ലാമിനെതിരെ ക്രിയാത്മക വിമർശനം നടത്തിയാൽ പോലും ഞങ്ങളുണ്ടാകും. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ, രാജ്യത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടേതും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാകും. ഏതുവരെ? അവർ അന്യമതസ്ഥരെ ആക്ഷേപിക്കുന്നത് വരെ. ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാകൂല. നിങ്ങൾ ശ്രീരാമനെ വൃത്തികെട്ട വാദങ്ങൾ ഉന്നയിച്ച് രചനകൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുകയില്ല. ശ്രീകൃഷ്ണനെ തെറിവിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാകില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ രചനകൾ നടത്തിയാൽ അവിടെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ക്രിയാത്മക വിമർശനം ഇസ്ലാമിന് നേരെ നടത്തുന്നത് അതാരാകട്ടെ, അവനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുവാൻ ഞങ്ങളുണ്ടാകും, പോപ്പുലർ ഫണ്ടുകാരുണ്ടാകും. അതുകൊണ്ട് ദബോൽക്കറോ കൽബുർഗിയോ അവർ പോപ്പുലർ ഫണ്ടുകാരായതുകൊണ്ടല്ല ഞങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കുന്നത്. അവർ ഇസ്ലാമിന്റെ വക്താക്കളായതുകൊണ്ടുമല്ല. ഈ രാജ്യത്തിലെ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം എന്നതിന്റെ പേരിലാണ്. ആവിഷ്കാരം എന്നാൽ തെറിവിളിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യത്തിലും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്ക് നേരെ ഇവർ സംഘപരിവാരം അടുത്തുകൊണ്ടിരിക്കുന്നു, മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഘപരിവാരത്തിന്റെ നിർദ്ദേശപ്രകാരം, RSSകാരന്റെ നിർദ്ദേശപ്രകാരം ഭരണകൂടം പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ കാശ്മീർ ടൈംസ് എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു പത്രം ഇവർ അടച്ചുപൂട്ടി. ഇനി മിണ്ടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ NDTV എന്ന് പറയുന്ന ചാനലിന് അവർ കൃത്യമായ സന്ദേശം നൽകി. ഇനിയും ഭരണകൂടത്തെ വിമർശിക്കുന്ന പട്ടാളത്തോടും അതുപോലുള്ള സംവിധാനങ്ങളോടും സംഘപരിവാരം എന്ത് സമീപനമാണോ സ്വീകരിക്കുന്നത് ആ സമീപനത്തിനെതിരായ വല്ല വിമർശനവും നിങ്ങളുടെ ചാനലിൽ വന്നാൽ അത് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന സന്ദേശം അവർക്ക് നൽകി കഴിഞ്ഞു. നമ്മുടെ ഒരു പത്രത്തിന്, തേജസ് എന്ന് പറയുന്ന പത്രം, അതുപോലെ രാജസ്ഥാൻ പത്രിക എന്ന് പറയുന്ന ഒരു പത്രം, രണ്ടു പത്രത്തിന് ഇന്ത്യയിൽ പരസ്യം നൽകാൻ തയ്യാറല്ല. അങ്ങനെ മാധ്യമങ്ങളെ നാവ് അരിഞ്ഞു മുറിക്കുവാൻ വേണ്ടി സംഘപരിവാരം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം കേരളത്തിലെ CPM പോലുള്ള സംഘടനകളും അതിനോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തേജസ്സിന് പരസ്യം തരാതിരിക്കുന്നത് സംഘപരിവാരമല്ല, CPM ആണ്. ഈ CPMന്റെ വിദ്യാഭ്യാസം, മതേതര വിദ്യാഭ്യാസം ദുർബലമായതുകൊണ്ടല്ലേ CPMൽ നിന്ന് ആളുകൾ RSSലേക്ക് കൊഴിഞ്ഞു പോകുന്നത് എന്ന് പരിശോധിക്കുവാൻ CPMന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മതേതര വിദ്യാഭ്യാസം പലപ്പോഴും മുസ്ലിം വിരുദ്ധമാണ്. നിങ്ങളുടെ മതേതര വിദ്യാഭ്യാസം മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കുന്നവരാണ്.
നിങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ശരീഅത്തിനെ കടന്നാക്രമിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, രാജ്യത്ത് 16,000-ലധികം തവണ മുസ്ലിങ്ങൾക്ക് നേരെ കൂട്ടക്കൊലകൾ അരങ്ങേറിയപ്പോൾ, മുസ്ലിങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി RSS കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ, അവരിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുണ്ടായി സംഘപരിവാരം. ഈ സംഘപരിവാരത്തിനെതിരെ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ കാമഭ്രാന്തന്മാരാണ്, നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ്, നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കുന്നവരാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്ന് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ CPM-ന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ചോദിക്കാൻ തയ്യാറായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേസമയം ഡൽഹിയിൽ റേപ്പ് ചെയ്തതിനെ കുറിച്ച് അവർ സംസാരിക്കും. അവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എതിർക്ക് ആദ്യം പർദ്ദയാണ്. നമ്മൾ ആരെങ്കിലും ബലാത്സംഗം ചെയ്യാൻ പോകുന്നുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാര്, മുസ്ലിങ്ങളിലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടോ? കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ? വൃദ്ധരെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നിട്ടും അവർ പറയുന്നു RSS-ഉം പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, RSS എന്ന് പറയുന്ന സംഘപരിവാര ഭീകരരെ ചെറുക്കുന്ന, ക്രിയാത്മകമായി ചെറുക്കുന്ന, വളരെ വളരെ വ്യവസ്ഥാപിതമായി ചെറുക്കുന്ന, വളരെ ഫലപ്രദമായി ചെറുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഈ കേരളം ഇന്ന് അവർ തൂത്ത് വാരുമായിരുന്നു. കേരളത്തിൽ ഭയം കൊണ്ടുകൂടിയാണ് സംഘപരിവാരം ഇന്ന് ഇവിടെ വളർന്നു വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും സംഘപരിവാരം ഇവിടെ ഉണ്ട്. അവർ ഗുജറാത്തിനേക്കാൾ വലിയ യൂണിറ്റുകളുള്ള, ബ്രാഞ്ചുകളുള്ള, ശാഖകളുള്ള ഒരു പ്രദേശമാണ് കേരളം. എന്നിട്ട് പോലും അവർക്ക് എന്തേ ഒരു ഗുജറാത്ത് നടത്തുവാൻ ഇവിടെ അവർ തയ്യാറാകാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ടും, നിങ്ങളുടെ ചിരികൾ കണ്ടിട്ടും, നിങ്ങളുടെ ബിരിയാണി കണ്ടിട്ടുമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയ വീട്ടികൾ ലോകത്ത് വേറെ ഉണ്ടാകില്ല എന്നാണ് അതേക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും സംഘപരിവാരത്തെ ചെറുക്കാൻ രാജ്യം മുഴുവൻ നമുക്ക് സാധിക്കും. ഈ കേരളത്തിൽ അത് സാധിച്ചു. സംഘപരിവാരത്തിന്റെ ദക്ഷിണേന്ത്യയിലെ പരീക്ഷണശാലയായ കർണാടകയിൽ അത് സാധിച്ചു. വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ഭീതിയുടെ വെപ്രാളത്തിന്റെ മറയിലേക്ക്, പിന്നാമ്പറങ്ങളിലേക്ക് മുസ്ലിം സമുദായത്തെ തുത്തെറിഞ്ഞ തമിഴ്നാട്ടിൽ നമുക്കത് സാധിച്ചു. അതുപോലെ രാജസ്ഥാനിൽ അവരുടെ ഭരണകൂടം ഉണ്ടായിട്ടും അവിടെ മുസ്ലിങ്ങളെയോ ദലിതരെയോ അടിമകളാക്കുവാൻ അവർക്ക് ഇന്ന് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുപോലെ ഡൽഹിയിൽ, നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ കുതന്ത്രങ്ങളും മെനയുന്ന ഡൽഹിയിൽ, നമ്മുടെ രാജ്യത്തെ മുഴുവൻ കലാപങ്ങളെയും തമസ്കരിച്ചുകൊണ്ട് അതിലെ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന ഡൽഹിയിൽ, നമ്മുടെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ നിങ്ങൾക്കറിയാം, തുർക്കുമാൻ ഗേറ്റ് പോലുള്ള ഭീകരമായ കൂട്ടക്കൊലകൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായ ഡൽഹി തെരുവിൽ, ആ ഡൽഹി തെരുവിലും നമുക്കത് സാധിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കടന്നു വരാൻ സാധിച്ചു. ബീഹാറിലെ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലേക്ക് തമസ്കരിക്കപ്പെട്ട, വലിച്ചെറിയപ്പെട്ട, മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അടിമകളാക്കി മാറ്റിയ മുസ്ലിങ്ങളും ദലിതരും ആദിവാസികളുമുള്ള ബീഹാറിൽ അവിടെ നമ്മൾ കടന്നു വരുന്നു, ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും നമുക്കത് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ബാബരി മസ്ജിദ് തകർന്ന് തരിപ്പണമായപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ UP-യിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. കലാപങ്ങൾ, മീററ്റ് ഉൾപ്പെടെയുള്ള ഭീകരമായ ഭരണകൂട വേട്ടകൾ എല്ലാം സംഭവിച്ചപ്പോൾ, അതുപോലെ വ്യാജ ഏറ്റുമുട്ടലുകളുടെ പേരിൽ നിരവധി മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയും ടാഡയുടെയും പോട്ടയുടെയും മറവിൽ ആയിരങ്ങൾ തടവിലാക്കപ്പെടുകയും ചെയ്ത ഉത്തർപ്രദേശ്, ആ ഉത്തർപ്രദേശിലും നമുക്കത് സാധിക്കുന്നു. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം, അവിടെ ഭീകരമായ രീതിയിൽ സൈനിക അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം, അവിടെയും നമുക്കത് സാധിച്ചു. പ്രിയമുള്ളവരെ, നമുക്കിത് സാധിക്കും, നമുക്ക് സാധിക്കുമെന്ന് ഈ രാജ്യത്തിലെ ധീരരായ ചെറുപ്പക്കാരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യവും അതാണ്. നാം ഈ സമൂഹത്തിലെ മുഴുവൻ മർദ്ദിതർക്കും വേണ്ടി പ്രവർത്തിക്കും. ആ സമൂഹത്തിന്റെ, ഇന്ത്യ രാജ്യത്തിലെ മർദ്ദിത പിന്നോക്ക ജനവിഭാഗത്തിന്റെ ആവേശം അത് നമ്മളായിരിക്കും, അത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്.